തന്നെ ചില ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ്, ഈ ഇസ്തിഹാനത്തിന് തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്, ഭാര്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യയെ തരം താഴ്ത്തുക എന്നുള്ളത്. അതോ ഭാര്യയുടെ മാതാപിതാക്കളുടെ മുമ്പിലാവട്ടെ, സഹോദരങ്ങളുടെ മുമ്പിലാവട്ടെ, അല്ലെങ്കിൽ പിന്നെ അമാമുകൾ, പിന്നെ പിതൃ സഹോദരന്മാരുടെ മുമ്പിലാവട്ടെ ഭാര്യയെ തരം താഴ്ത്തി പറയുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, ഇത് അവർക്ക് സഹിക്കാൻ പറ്റൂല. അത് വലിയ അബദ്ധമാണ്. പല ഭർത്താക്കന്മാർക്കും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന, തന്റെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചും നമ്മുടെ ഭാര്യമാരെ തരം താഴ്ത്തുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ എന്നുള്ളത് അതൊരു മനുഷ്യ സ്ത്രീയാണ്. ചില ഭർത്താക്കന്മാർ, ചില പുരുഷന്മാരുടെ ധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ അടിമയെ പോലെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ അടിമയാണ്, എന്റെ അടിമയെ പോലെ ജീവിക്കേണ്ട. അവർക്കും അവരുടേതായ ബുദ്ധികളുണ്ട്, നല്ല ചിന്തകളുണ്ട്, നല്ല അഭിപ്രായങ്ങളുണ്ട്. അത് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, നാം ആരംഭിച്ചിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് ഹഫ്ളഹുല്ലാ അദ്ദേഹത്തിന്റെ റിസാലകളായ മിൻ അഖ്താഇൽ അസ്വാജ് മിൻ അഖ്താഇസ് സൗജാത്ത്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ നിന്ന്, അതുപോലെ ഭാര്യമാരുടെ അബദ്ധങ്ങളിൽ നിന്ന് എന്നുള്ള റിസാലകളിൽ ഒന്നാമത്തെ മിൻ അഖ്താഇൽ അസ്വാജ്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ എന്ന വിഷയമായിരുന്നു. കഴിഞ്ഞ ദർസിൽ അതിന്റെ ഒരു ആമുഖവും അതിന്റെ 2 പോയിന്റുകൾ ഷെയ്ഖ് ഇങ്ങനെ പോയിന്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നാം പറഞ്ഞു തഖ്സീറു ഫി ബിർറിൽ വാലിദൈനി ബഅദ സിവാജ്, വിവാഹത്തിന് ശേഷം മാതാപിതാക്കളോട് ബിർറ് ചെയ്യൽ, പുണ്യം ചെയ്യലിൽ ഉണ്ടാകുന്ന കുറവ്. രണ്ടാമത്തേത് ഖില്ലത്തുൽ ഹിർസി അല തൗഫീഖി ബൈന സൗജതി വൽ വാലിദൈൻ, മാതാപിതാക്കളും ഭാര്യയുടെയും ഇടയിലുണ്ടാകുന്ന ഒരു ബന്ധം, ഒരു നല്ല ബന്ധം, അതുണ്ടാക്കിയെടുക്കാനുള്ള താല്പര്യക്കുറവ് എന്നുള്ളത്. മൂന്നാമത്തേതാണ് തുടങ്ങുന്നത് അശ്ശക്കു ഫീ സൗജതി വസൂഉ ദന്നി ബിഹാ, ഭാര്യയുടെ മേൽ സംശയവും അതുപോലെ മോശമായ ചിന്തയും ഉണ്ടാവുക എന്നുള്ളത്. ഒരുപാട് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണത്. അത് ഭാര്യ എന്നുള്ള, വിവാഹം എന്നുള്ള വിഷയത്തിനപ്പുറത്തേക്ക് ചില പുരുഷന്മാർക്ക് ത്വബഈയായിട്ട് അവരുടെ പ്രകൃതിവശാൽ തന്നെ ഒരു സംശയത്തിന്റെ ചിന്തകൾ ഉണ്ടാകും. എന്ത് കാര്യവും ഒരു സംശയത്തോടു കൂടി കാണുന്ന ആളുകൾ ഉണ്ടാവും. അതല്ലാതെ ചെറുപ്പം മുതലേ അവരുടെ ജീവിതാനുഭവങ്ങളിൽ, അവർ കേട്ട കഥകളിലും അവരനുഭവിച്ച, അവർ നേരിൽ കണ്ടു വളർന്ന ഭാര്യ ഭർത്താക്കന്മാരിലുമെല്ലാം ഇതുപോലുള്ള അവസ്ഥകൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കുട്ടി വളരുമ്പോ ആ കുട്ടിയുടെ ഉമ്മ ഭർത്താവിനെ ചതിക്കുന്നതായിട്ടാണ് വേറൊരു അവിഹിത ബന്ധവുമായി അങ്ങനെയാണ് കണ്ടു വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിയെടുക്കും. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഒരുപാട് ആളുകളിൽ ഈ വിഷയം കാണും, സംശയം എന്നുള്ളത്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് രോഗമായിട്ട് തന്നെ ഉണ്ടാവും, സംശയ രോഗം എന്ന് പറയുന്ന അവർക്ക് ഫിത്റത്തിയായിട്ടുള്ള രോഗം. ചില ആളുകൾക്ക് ചില സാഹചര്യവശങ്ങളാൽ ഉണ്ടാകുന്നതും ഉണ്ടാകാം. ഈ 2 ആണെങ്കിലും അത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന, നമുക്ക് നമ്മുടെ നാടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും കേട്ടുപരിചയമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തന്നെ വ്യക്തിപരമായി അറിയാം. വർഷങ്ങളോളമായിട്ട് ഭാര്യയുടെ മേലെ പലവിധ സംശയങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഭാര്യയുമായി സംസാരിക്കാതെ തെറ്റി നിൽക്കുന്ന വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം. ഇവിടെ ഷെയ്ഖ് സൂചിപ്പിക്കുന്നത് ഒരുപാട് സംശയങ്ങൾ പറയും. ഒന്നാമത്തേത് ഷെയ്ഖ് പറയുന്നത് സാമ്പത്തികമായിട്ട് തന്റെ സമ്പത്ത് ഭാര്യ എടുക്കുന്നുണ്ടോ എന്നുള്ള നിലക്ക്, അതായത് താൻ തന്റെ പേഴ്സിലോ അല്ലെങ്കിൽ താൻ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് പണത്തിന്റെ അളവ് കുറയുന്നുണ്ടോ, അത് ഭാര്യ കട്ടെടുക്കുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ ചിലപ്പോ അദ്ദേഹം തന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആർക്കെങ്കിലും കൊടുത്തതോ ചെലവാക്കിയതോ ആയിട്ടുള്ള കാര്യമായിരിക്കാം.
പക്ഷെ അയാൾക്ക് ഭയങ്കര സംശയമായിരിക്കും. ഇതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഒരു ഭാര്യയുടെ ചാരിത്ര വിശുദ്ധിയിൽ സംശയിക്കുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ വളരെയധികം ഈ വിഷയത്തിൽ മാനസികമായിട്ട് ഭാര്യയുടെ വിഷയത്തിൽ സംശയം നിറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഓരോ കാര്യങ്ങൾ പറയാം. അവര് പുറത്തു പോയി കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഭാര്യനെ വിളിച്ചുകൊണ്ടിരിക്കും. ഭാര്യ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടോ, സംശയമാണ്. ഭാര്യ എങ്ങോട്ടും പോകുന്നത് ഭയങ്കര സംശയം, പേടിയാണ്. അതുപോലെ ഇനി വിളിക്കുമ്പോ എങ്ങാനും ഭാര്യയുടെ ഫോണ് ബിസി ആണെങ്കിലോ അത് മതിയാവും. ഭാര്യക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ള നിലയ്ക്ക് ആ സംശയം നിറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ പുറത്തു പോയി കഴിഞ്ഞാൽ സാധാരണ വരുന്ന സമയത്തല്ലാതെ മറ്റുള്ള സമയത്ത് വരാൻ നോക്കും. എന്തിന്? ഭാര്യ വല്ല അവിഹിത ബന്ധത്തിലും ഉണ്ടോ, അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടോ എന്നുള്ള സംശയം നിറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് അതിനായിട്ട് വരുന്ന അവസ്ഥകൾ കാണാം. അതുപോലെ ചില ആളുകൾ പുറത്തുപോയി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യയുടെ മൊബൈലുകൾ ഭാര്യ അറിയാതെ, ഭാര്യ കാണാതെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ ആരൊക്കെയാണ് വിളിച്ചത്, കോൾ ഹിസ്റ്ററി, അതുപോലെ ആരോടൊക്കെ സംസാരിച്ചത്, ഭാര്യ അയച്ച മെസ്സേജുകൾ ഏതൊക്കെയാണ്, ഭാര്യയ്ക്ക് വന്ന മെസ്സേജ് ഏതൊക്കെയാണ്. ഇതെല്ലാം ഇന്ന് ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇതിലുള്ള എല്ലാം ഞാൻ പ്രത്യേകം പറയും. ഇന്നത്തെ കാലത്ത് എത്രയോ ദമ്പതിമാർ സ്വന്തം ഫോണിന്റെ പാസ്വേഡ്, ഭാര്യയുടെ ഫോണിന്റെ പാസ്വേഡ് ഭർത്താവിനും അറിയില്ല, ഭർത്താവിന്റെ ഫോണിന്റെ പാസ്വേഡ് ഭാര്യയ്ക്കും അറിയില്ല. ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. കാരണം അവര് എന്തോ വിവാഹ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു സ്വകാര്യത അവർ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥ. ഇവിടെ ഇതുപോലെ പല രീതിയിൽ. അതുപോലെ തന്നെ വീട്ടിലേക്ക് ചില ആളുകൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ശബ്ദം മാറ്റി സംസാരിക്കും, വേറെ നമ്പറിൽ നിന്ന് വിളിക്കും. ഭർത്താവ് തന്നെ ആയിരിക്കും ഭാര്യയുടെ വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഭാര്യ ഇങ്ങനെ വേറെ ആൾക്ക് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള നിലക്ക് ആ രീതിയിൽ ചില ആളുകൾ വീടിന് പുറത്ത് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ടാൽ തന്നെ വല്ലാതെ അസ്വസ്ഥരാവും. അത് ഭാര്യയ്ക്ക് ആരുമായിട്ടോ ബന്ധമുള്ളത് കൊണ്ടാണ്. ആ രീതിയിൽ ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവര് ഭാര്യ എന്തെങ്കിലും തന്നോടുള്ള പെരുമാറ്റത്തിലും സ്നേഹത്തിലും എന്തെങ്കിലും കുറവ് വന്നാൽ അപ്പൊ പിന്നെ മുഴുവൻ സംശയമായി, ഭാര്യയ്ക്ക് വേറെ ആരോട്ട് എന്തോ ബന്ധമുണ്ട് സംശയം. ചില ആളുകൾ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ തന്നിൽ തന്റെ ഭാര്യയ്ക്ക് ജനിക്കുന്ന കുട്ടിയെ, ഗർഭം ധരിക്കുന്ന ആ ഭാര്യയെ അത് തന്റെ കുട്ടിയല്ല, താൻ കാരണമുണ്ടായതല്ല എന്നുള്ള നിലക്ക് തന്നെ ആ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യാതൊരു തെളിവുണ്ടാവില്ല അതിന്. ഇത് ചില ആളുകളുടെ അവസ്ഥയാണ്. ചില ആളുകൾ ഈ സംശയരോഗം തലക്ക് പിടിച്ചുണ്ടാവുന്ന അവസ്ഥ നമുക്കറിയാം. ഇസ്ലാമിൽ ഒരു സ്ത്രീയെ വ്യഭിചാര ആരോപണം നടത്തുമ്പോ അതിന് 4 സാക്ഷികൾ കൊണ്ടുവരണം എന്നുള്ളത്. ആ നിയമത്തിൽ നിന്ന് ഭാര്യയുടെയും ഭർത്താവിന്റെയും നിയമത്തിലേക്ക് കടന്നത് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്റെ ഭാര്യ വ്യഭിചരിക്കുന്ന നേരിട്ട് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, റസൂലുള്ളാഹ് എന്റെ ഭാര്യ ഇങ്ങനെ. അപ്പൊ റസൂലുള്ള പറഞ്ഞത് എന്താ? നീ സാക്ഷികളെ കൊണ്ടുപോവാ, നീ തെളിവ് കൊണ്ടുപോവാ, 4 സാക്ഷികളെ, അല്ലെങ്കിൽ നിന്റെ മേലാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത്, 80 ചാട്ടവാറടി നടപ്പിലാക്കേണ്ടത്. അന്ന് നിയമം അതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയും ഭാര്യയും ഭർത്താവ് ഭാര്യയുടെ മേലെ ആക്ഷേപിക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് 4 തവണ, 4 തവണ സത്യം പറഞ്ഞ 5ാമത് തവണ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം ലഅനത്തുല്ലാഹി അലൈഹി എന്റെ മേലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ നിയമം ഉണ്ടാക്കിയത്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ ഒരു ഭർത്താവിനോട് നമുക്ക് പറയാനുള്ളത്, ഒരു മുഅ്മിനായ ഭർത്താവിനോട് നമുക്ക് പറയുന്നത്, ഷെയ്ഖ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും വഹ്മുകൾക്ക് പിന്നാലെ പോകരുത്. അതായത് തെറ്റിനോട് അടുത്ത് നിൽക്കുന്ന തെറ്റായ ചിന്തകൾ, ഭാര്യയെക്കുറിച്ച് മോശമായ ചിന്ത വെച്ചുകൊണ്ട് ആ രീതിയിൽ അതിന്റെ പിന്നാലെ പോകരുത്. ഏറ്റവും നല്ല രീതിയിൽ ഭാര്യയെ കുറിച്ച് നല്ല ചിന്ത വെക്കുക, ഭാര്യനെ കുറിച്ച് നല്ല ചിന്ത, ആ ഭാര്യയുടെ ആ ചാരിത്ര വിശുദ്ധിയിൽ, അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, അങ്ങനെ ഓരോ വിഷയത്തിലും ഭാര്യയെക്കുറിച്ച് നല്ല ചിന്ത വെച്ചില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ദുഷിച്ച ചിന്തകൾ ശൈത്താൻ വസ്വാസ് ഇട്ട് തന്ന് നമ്മുടെ ദീനിന്റെ വിഷയങ്ങളിൽ അഥവാ നമ്മുടെ ഇബാദത്തുകളിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയെക്കുറിച്ച് നല്ല ചിന്തയായിരിക്കണം. അതേസമയം ഈ ഹുസ്നുദ്ദൻ ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരിക്കലും ഗൈറത്ത് ഉണ്ടാവരുത് എന്നതല്ല. അതായത് ഭാര്യയുടെ വിഷയത്തിൽ ആത്മരോക്ഷം ഉണ്ടാവരുത് എന്നല്ല ഉദ്ദേശം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഈ സംശയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബ് കാണാം, ബാബു ലാ യത്റുഖു അഹ്ലഹു ലൈലൻ ഇദാ അത്വാല الغൈബ മഖാഫത അൻ യുഖവ്വിനഹും ഔ യൽതമിസു അഥറാതിഹിം
ഒരു ബാബ് സ്വഹീഹ് ബുഖാരിയിൽ ഹദീസുകൾ കൊടുക്കുന്ന ഒരു ബാബിന്റെ പേരെന്താണെന്നറിയോ? തന്റെ കുടുംബത്തിലേക്ക് ഒരാൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരു യാത്ര പോയിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര ഇടവേളയ്ക്ക് ശേഷം കുടുംബത്തിലേക്ക് തിരിച്ചു വരരുത്, അറിയിക്കാതെ, അഥവാ രാത്രിയിൽ വരരുത്. മഖാഫത്ത് യുഖവ്വിനഹും, അവൾ തന്നെ ചതിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവളിലൊരു സംശയം വെച്ചിട്ട് ആ രീതിയിൽ വരരുത്. അതുപോലെ തന്നെ അവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള നിലയ്ക്ക് വരരുത് എന്നുള്ളത്. എന്നിട്ട് ഈ ബാബിന് താഴെ ഇമാം ബുഖാരി 2 ഹദീസുകൾ കൊടുക്കുന്നത്. ഒന്ന്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്രിഹു അയ്യതിയ അർറജുലു അഹ്ലഹു തുറുഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു എന്ത്? ഒരു വ്യക്തി തന്റെ കുടുംബത്തിലേക്ക് രാത്രി അറിയിക്കാതെ, തന്റെ വരവ് അറിയിക്കാതെ വരുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇദാ അത്വാല അഹദുകുമുൽ ഗൈബത ഫലാ യത്റുഖ് അഹ്ലഹു ലൈല. ഒരാൾ ഒരു നീണ്ട യാത്ര, ഒരു ഇടവേളയ്ക്ക് ശേഷം കുടുംബത്തിലേക്ക് മടങ്ങി വരുമ്പോ അയാൾ ഒരു അറിയിപ്പില്ലാതെ രാത്രിയിൽ വരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത്. ഇതിൽ ഇമാം ബുഖാരി കൊടുക്കുന്ന ആ ബാബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംശയിച്ചുകൊണ്ട് അവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി, അതായത് ഭാര്യയെ കുറിച്ച് നല്ല വന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ സഹോദരങ്ങളെ ഭയങ്കര അപകടം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം കൂടി പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ നാം സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞത് ഭാര്യയെ കുറിച്ചുള്ള സംശയങ്ങളും അതുപോലെ തന്നെ മോശമായ ചിന്തയും വെച്ച് പുലർത്തുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ തനിക്ക് ജനിച്ച കുഞ്ഞിനെ, ആ കുട്ടി വ്യക്തിപരമായിട്ട് നമുക്ക് അറിയുന്ന ഒരുപാട് കേസുകൾ, ആ കുട്ടി 15-18 വയസ്സായിട്ട് പോലും ആ കുട്ടിയോട് സംസാരിക്കാതെ, ഭാര്യയോട് സംസാരിക്കാതെ ജീവിക്കുന്ന ആളുകൾ വ്യഭിചാരം ആരോപിച്ചിട്ട് ഭാര്യയുടെ മേലെ, എന്നാൽ യാതൊരു തെളിവും ഇത്ര കാലം കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി വളരുമ്പോ സ്വന്തം വാപ്പ അറിയണത് ഉമ്മ വ്യഭിചരിച്ചിട്ടുണ്ടായത്, യാതൊരു തെളിവും സാക്ഷികളും ഇല്ല. ആ ഉമ്മ അങ്ങനെ ജീവിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, പുരുഷന്മാരോട് നമുക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ, സംശയത്തിന്റെ ഒരു അസുഖം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി, അതുണ്ട് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നിട്ട് അത് മാറ്റിയെടുക്കാൻ ഉള്ള ഓരോ കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് അത് പരിശീലിച്ചെടുക്കണം. അതല്ല എങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാവുക. നാലാമത്തെ വിഷയം ഷെയ്ഖ് പറയുന്നത് ഖില്ലത്തുൽ ഗൈറത്തി അല സൗജ. തന്റെ ഭാര്യയുടെ മേൽ ഗൈറത്ത് കുറവാകുക. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ആത്മരോഷം എന്നെല്ലാം മലയാളത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൽ വിശദീകരിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തിന്റെ മേലെ ഉണ്ടാകുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഭാര്യയോടുണ്ടാകുന്ന ഒരു ആത്മരോക്ഷം, ആ ഭാര്യ തന്നേക്കാൾ മറ്റൊന്നിനേക്ക് അടുക്കുന്ന ഗൈറത്തിന് ഉലമാക്കൾ കൊടുത്ത തഅരീഫ് എന്താണെന്ന് വെച്ചാൽ, ഹിയ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം കൊടുത്ത തഅരീഫ് പറയുന്നത്, وهي مشتقة من تغير القلب وهيجان الغضب بسبب المشاركة فيما به الاختصاص وأشد ما يكون بين الزوجين. ഒരുത്തന്റെ ഹൃദയം വല്ലാത്ത കോപം ഉണ്ടാവുകയും അവന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുക. എന്ത് കാരണം? ബിസബബിൽ മുശാരികതി ഫീമാ ബിഹിൽ ഇഖ്തിസാസ്. അവന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിൽ വേറൊന്ന് പങ്കുകാരനാവുന്ന ഒരവസ്ഥയിൽ. എന്നിട്ട് പറയാണ് അശദ്ദുമായ കൂന് ബൈന സൗജൈൻ. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ്. അതായത് തന്റെ ഭാര്യ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എനിക്ക് മാത്രമുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ മറ്റൊരാൾ പങ്കുചേർക്കുന്ന അവസ്ഥ ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഷെക്കിന്റെ നേരെ എതിരായിട്ട് ചില ആളുകൾക്ക് അവരുടെ ഭാര്യമാർ അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതോ അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ തന്റെ സൗന്ദര്യം കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്നതോ വർത്താനം പറയുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോടും യാതൊരു അകൽച്ചയും ഒന്നുമില്ലാത്തൊരവസ്ഥ. എന്നാൽ നല്ല പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗുണമാണ് ഗൈറത്ത് ഉണ്ടാവുക എന്നുള്ളത്. ചില ആളുകൾ അവരുടെ ഭാര്യമാരുടെ പേരുകൾ പോലും അന്യപുരുഷന്മാരോട് പറയില്ല. ഭാര്യമാർ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ പറയുമ്പോ അവർ പറയുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് മുമ്പില് വീട്ടുകാർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞു, അവരുദ്ദേശിക്കുന്ന ആരെയും തന്റെ ഭാര്യനെ ആയിരിക്കും. പക്ഷെ ഭാര്യയുടെ പേര് പോലും ആളുകൾക്ക് മുമ്പിൽ പറയാനുള്ള ഗൈറത്ത് കാരണം അവർ സൂചിപ്പിക്കുന്നത് വീട്ടുകാരങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ചില ആളുകൾ ഒരു കൂട്ടരിങ്ങനെ പറഞ്ഞു എന്നുള്ള നിലക്ക് അവര് വെക്കുന്നത് കാണാം. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു
ഗൈറത്ത് ചില ആളുകൾക്ക് ഭാര്യമാരുടെ മേലെ ഉണ്ടാവൂല. അവരുടെ ഭാര്യ മഹ്റമല്ലാത്ത അവരുടെ കസിൻസുമായിട്ട് അല്ലെങ്കിൽ തന്റെ തന്നെ ഭർത്താവിന്റെ തന്നെ സഹോദരന്മാരായിട്ടുള്ള അടുത്ത ബന്ധങ്ങളായിട്ടുള്ള ഹെമ്മുമായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതിൽ ഇതിലൊന്നും ഒരു ഗൈറത്തുമില്ല, ഒരു മാനസികമായിട്ട് ഒരു ആത്മരോക്ഷവും ഇല്ലാതെ അതിനെല്ലാം പൂർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അവരുടെ മുമ്പിൽ സൗന്ദര്യ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേഷങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു രീതിയിലും അവരെ ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടാകും. ദ യൂത്ത് ഭാര്യമാരെ ആ രീതിയിൽ വിടുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. നാളെ നരകത്തിൽ കിടക്കുന്ന അത്ര ഗൗരവമുള്ള മോശപ്പെട്ട കാര്യമാണ് ആ വിഷയം എന്നുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തസാഹുൽ, ഒരു അലസത ഉണ്ടാവുക എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു സീരിയസ് അല്ലാത്ത രീതിയിൽ ഇതിനെ കണ്ടാൽ വലിയ അപകടം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നമുക്കൊന്ന് രണ്ട് ഹദീസുകൾ കാണാം. ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലളറബ്തുഹു ബിസ്സൈഫി ഗൈറ മുസ്ഫഹിൻ. ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ കാണുകയാണെങ്കിൽ, അതായത് ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഞാൻ അവനെ വാളിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് തന്നെ ഞാൻ വിട്ടുവെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയാണ്, അതഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിന്റെ ഗൈറത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? എന്നിട്ട് പറയാണ്, ലഅന അഗ്യറു മിൻഹു വല്ലാഹു അഗ്യറു മിന്നി, ഞാൻ സഅദിനേക്കാൾ ഗൈറത്തുള്ളവനാണ്, എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ ഗൈറത്ത് ഹറാമുകളോടായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായതും ഇന്നമാ ഹറമല്ലാഹുൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ, ഈ ആയത്ത് ഈ ഹദീസിന്റെ കൂടെ കൊടുക്കാറുണ്ട്. അതായത് ബാഹ്യവും ആന്തരികവുമായ നീചവൃത്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് എന്നുള്ളത്. സഹോദരങ്ങളെ, നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ രണ്ട് പോയിന്റുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ്. പറയുന്നതിൽ വളരെയധികം വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയുള്ളതിനാൽ പറയുകയാണ്. ഇന്ന് കാലത്ത് നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്ന യുവാക്കൾ അധിക ആളുകളും ഒരു വലിയ ഭൂരിപക്ഷമാണ്, വളരെ ചുരുക്കം മാത്രമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നുള്ളൂ. മിക്സഡ് എഡ്യൂക്കേഷനിലൂടെയും ഒരു കോളേജ് ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു വരുന്നത്. പലപ്പോഴും അവർക്ക് ദീനുമായിട്ടൊരു ബന്ധവും അള്ളാഹുമായിട്ടൊരു അടുപ്പവും ലഭിക്കുന്നത് ആ കോളേജ് ജീവിതത്തിന് ശേഷവും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്ന് കാലത്ത് ധാരാളമായി കേട്ടും കണ്ടും വരുന്ന കാര്യമാണ് പല വിധത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ, പ്രണയം എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേരിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകും. അവർക്ക് ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പഠനത്തിന് ശേഷമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും നമുക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം, ഒന്നാമത്തേത്, ഈ പെൺകുട്ടികളോട് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ എന്തെങ്കിലും ഇതുപോലുള്ള ബന്ധങ്ങളെ പറ്റി പറയുകയേ ചെയ്യരുത്, സൂചിപ്പിക്കുകയേ ചെയ്യരുത്. ചില ആളുകൾ അത് ആദ്യം തന്നെ പറയുന്നത് കാണാം. ഒരിക്കലും അത് പറയാം. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയതാണെങ്കിൽ അത് അവിടെ അവസാനിച്ചു, അത് രഹസ്യമായി വെക്കുക. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോടും നിങ്ങളും അത് അന്വേഷിക്കുകയും ചെയ്യരുത്, നിങ്ങളുടേത് പറയുകയും ചെയ്യരുത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു മേഖല പറയാനുള്ളത്, ഇനി എന്തെങ്കിലും കാരണവശാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഭാര്യയുടെ പഴയതായ അവർ പശ്ചാത്തപിച്ച് മടങ്ങിയ ഒരു പാപം പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങൾ അറിയാൻ ഇടവരികയാണെങ്കിൽ പെട്ടെന്നുള്ള വികാരത്തിന്റെ മേലൊരു നടപടി എടുക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ആ ഭാര്യ അത് പശ്ചാത്തപിച്ച് മടങ്ങിയതാണെങ്കിൽ, ചിലപ്പോ ഇന്ന് ഒരുപാട് കാണുന്ന ഒരു വിഷയമാണത്. വിവാഹത്തിന് ശേഷമായിരിക്കും ചിലപ്പോ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ തന്റെ കാമുകനോടൊപ്പം ആ വിഹിതമറ്റുള്ള ചിത്രവും പിന്നീട് ഭർത്താവിന് ലഭിക്കുന്ന അവസ്ഥ, അങ്ങനെ പല അവസ്ഥകളും കാണാറുണ്ട്. അപ്പൊ അത് വ്യക്തമായി മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മടങ്ങിയതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഗൈറത്തിന്റെ വിഷയത്തിൽ, ഇത് ഷെക്കിന്റെ വിഷയത്തിൽ അവർ സംശയം ഉണ്ടാകുന്ന വിഷയത്തിൽ, ഗൈറത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം ഭാര്യയുടെ സൗന്ദര്യം മറ്റുള്ളവർ കാണരുത്, ആസ്വദിക്കരുത്, വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ നിക്കാബിടുന്നവളായിരിക്കണം, അല്ലെങ്കിൽ പർദ്ദ ധരിക്കുന്നവളായിരിക്കണം, അല്ലെങ്കിൽ മഹറുമായി സംസാരിക്കാത്തവളായിരിക്കും, കാണാത്തവളായിരിക്കണം എന്നുള്ള നിലക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും.
നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാക്കളോട് പറയാലോ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിഖാബ് ധരിക്കണമെന്നും അല്ലെ ഇന്ന ആളുകളോട് കാണാൻ പാടില്ല, അതൊക്കെ അത് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവതരിപ്പിക്കണം. വിവാഹം കഴിച്ചിട്ട് ഇനി പറഞ്ഞു കൊടുക്കാന്നുള്ള നിലക്ക് നിൽക്കരുത്. ഇനി ചില ആളുകൾ വിവാഹം കഴിച്ച് ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഇതിനെ കുറിച്ച് അറിയാം, അള്ളാഹുലേക്ക് ഒരു അടുപ്പമുണ്ടായി ഒരു മാറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുക. രണ്ടായാലും നിങ്ങൾ ഉടനടി തന്റെ കുടുംബവും അതുപോലെ ആവണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്, ആഗ്രഹം നല്ലതാണ്. പക്ഷേ അതൊരു ആവേശപരമായിട്ട് എടുക്കരുത്. ഒരുപാട് കുടുംബങ്ങളിൽ ഭാര്യ ഇദ്ദേഹം വിവാഹം കഴിഞ്ഞ ഒരുപാട് കാലത്തിന് ശേഷവും ഭാര്യ നിക്കാബ് ധരിക്കണം, അങ്ങനെ കാണാൻ പാടില്ല ഒക്കെ മനസ്സിലാക്കുന്നത്. ഉടനടി നിക്കാബ് ഇടാത്തതിന്റെ ഭാര്യയെ ഉപദ്രവിക്കുകയും ഭാര്യയെ തല്ലുകയും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് നിക്കാബ് നല്ലതാണ്, അത് ധരിക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ഇത്ര കാലം മനസ്സിലാക്കാതെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോ അത് ഭാര്യയുടെ മേൽ പെട്ടെന്ന് അടിച്ചേൽപ്പിച്ചാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചു കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ നല്ല നസീഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. ഒരുപാട് നമ്മുടെ നാടുകളിൽ കാണുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ട് ഈ ബാബിൽ ശൈഖ് അവസാനം കൊടുക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനൽ ഗൈറതി മാ യുഹിബ്ബുല്ലാഹ് വമിൻഹാ മാ യുബ്ഗളുല്ലാഹ്. ഗൈറത്തിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതുമുണ്ട് അല്ലാഹു തആല വെറുക്കുന്നതുമുണ്ട്. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മല്ലതി യുഹിബ്ബുഹല്ലാഹ് ഫൽഗൈറതു ഫിർറൈബ് വഅമ്മൽ ഗൈറതു അല്ലതി യുബ്ഗളുഹല്ലാഹ് ഫൽഗൈറതു ഫീ ഗൈറി റൈബതി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. ഒരു ഗൈറത്ത് ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു കാരണത്തിന്റെ മേലെ ഉണ്ടാവുന്ന ഗൈറത്ത്. എന്നാൽ അല്ലാഹു തആല വെറുക്കുന്നതും കോപിക്കുന്നതും ഇഷ്ടമില്ലാത്തതുമായ ഗൈറത്ത് ഏതാണ്? ഒരു കാരണവുമില്ലാതെ നാം നേരത്തെ പറഞ്ഞതുപോലെ വെറും സംശയമായിട്ട് മാറുന്ന ഗൈറത്ത്. വർദ്ധിച്ചാൽ കൂടിയാൽ അതൊരു സംശയ രോഗമായിട്ട് മാറും. ആ രീതിയിലുള്ള ഗൈറത്ത് ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലും ഇല്ലാതെയുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഭാര്യയുടെ മേലെ, മക്കളുടെ മേലെ, നമ്മുടെ സ്ത്രീകളുടെ മേലെ ഗൈറത്ത് ഉണ്ടായിരിക്കണം, ആത്മരോക്ഷം ഉണ്ടായിരിക്കണം. അവർ തനിക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അവർ കാണുന്ന രീതിയിൽ ഉണ്ടാവുന്ന വികാരങ്ങൾ നമ്മൾ തടയണം. പക്ഷേ അതിന്റെ സാഹചര്യം പരിഗണിച്ച് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത്, ഞാൻ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സ്ത്രീകളോട് ആ സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നുള്ള നിലക്ക് അവതരിപ്പിക്കണം. അതല്ല എങ്കിൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ആ വിഷയവുമായി നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തെ വിഷയം പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത് അൽ-ഇസ്തിഹാനതു ബിസ്സൗജത്ത്. ഭാര്യയെ തരം താഴ്ത്തുക, ഭാര്യയെ വില കുറഞ്ഞു കാണുക, ഭാര്യയെ ഒരു പരിഗണനയുമില്ലാത്ത രീതിയിൽ വില കുറഞ്ഞു കാണുന്ന അവസ്ഥ, തരം താഴ്ത്തുന്ന അവസ്ഥ. ഭാര്യയുടെ നിർദ്ദേശങ്ങൾക്കോ ഭാര്യയുടെ വാക്കുകൾക്കോ ഭാര്യയുടെ അഭിപ്രായങ്ങൾക്കോ ഒരു സ്ഥാനവും വിലയും കൊടുക്കാതെ അവരെ തരം താഴ്ത്തി കാണുന്ന, അവരെടുക്കുന്ന, അതിന് ഭർത്താക്കന്മാരെടുക്കുന്ന തെളിവുകൾ എന്തൊക്കെയായിരിക്കും? റിജാലു ഖവ്വാമൂന അലൻ നിസാ, ഭർത്താക്കന്മാര് ഭാര്യമായിട്ട് ഇതുള്ളതാണ്, ഭാര്യക്ക് പകുതി ബുദ്ധിയുള്ളൂ പകുതി ദീനേ ഉള്ളൂ, അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ തരം താഴ്ത്തുന്ന അവസ്ഥ. ചില ആളുകൾ തങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യനെ തരം താഴ്ത്തും. അവരുടെ നടത്തിപ്പ് കാര്യങ്ങൾ നോക്കുന്നത് മോശമായ രീതിയിലാണ്, ബുദ്ധി കുറവാണ്, അതുപോലെ തന്നെ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ്, ഈ ഇസ്തിഹാനത്തിന് തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്, ഭാര്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യയെ തരം താഴ്ത്തുക എന്നുള്ളത്. അതോ ഭാര്യയുടെ മാതാപിതാക്കളുടെ മുമ്പിലാവട്ടെ, സഹോദരങ്ങളുടെ മുമ്പിലാവട്ടെ, അല്ലെങ്കിൽ അമാമുകൾ പിതൃ സഹോദരന്മാരുടെ മുമ്പിലാവട്ടെ ഭാര്യയെ തരം താഴ്ത്തി പറയുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, ഇത് അവർക്ക് സഹിക്കാൻ പറ്റൂല. അത് വലിയ അബദ്ധമാണ്. പല ഭർത്താക്കന്മാർക്കും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന, തന്റെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചും നമ്മുടെ ഭാര്യമാരെ തരം താഴ്ത്തുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ എന്നുള്ളത് അതൊരു മനുഷ്യ സ്ത്രീയാണ്.
ചില ഭർത്താക്കന്മാർ, ചില പുരുഷന്മാരുടെ ധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ അടിമയെ പോലെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ അടിമയാണ്, എന്റെ അടിമയെ പോലെ ജീവിക്കേണ്ട. അവർക്കും അവരുടേതായ ബുദ്ധികളുണ്ട്, നല്ല ചിന്തകളുണ്ട്, നല്ല അഭിപ്രായങ്ങളുണ്ട്. അത് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ജിൻസിയായിട്ട്, അതായത് പുരുഷനെയും സ്ത്രീയും എടുക്കുമ്പോൾ പുരുഷനാണ് സ്ത്രീയേക്കാൾ മൊത്തത്തിൽ ബുദ്ധിയും കഴിവും. എന്നാൽ പല സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ നല്ല ഫഹ്മുള്ള, നല്ല റഈയുള്ള സ്ത്രീകൾ ഉണ്ടാവാം. ഇതിലൊരു ഷെയ്ഖ് ഒരു ബൈത്ത് കൊടുക്കുന്നത്, അതായത് സൂര്യൻ, ഷംസ് എന്നുള്ളത് പിന്നെ അറബി ഭാഷയിൽ മുഅന്നസാണ്, അതൊരു കുറവായിട്ട് സൂര്യന് മാറിയിട്ടില്ല. അതുപോലെ വലത്തെ ദിക്കീരി ഫഹ്റലിൽ ഹിലാൽ, അതായത് പിന്നെ ഖമർ എന്നുള്ളത് മുദക്കറായിട്ട് ഉപയോഗിക്കുന്ന, അപ്പോ അതിനൊരു പിന്നെ എന്താ പറയാ അഹങ്കാരം കൊള്ളേണ്ട കാര്യമായിട്ട് മാറിയിട്ടില്ല. അതായത് സ്ത്രീ എന്നുള്ളത് നമ്മൾ തരം താഴ്ത്തി കാണേണ്ട ഒരു വർഗമല്ല. അവർക്ക് കൊടുക്കേണ്ട അവരുടെ അഭിപ്രായങ്ങൾക്ക് ചില സമയത്ത് വളരെയധികം സ്ഥാനം ഉണ്ടാവും. ഒരു ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി നമുക്കറിയാം, ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് മക്കാ മുശ്രിക്കുകൾ ഹുദൈബിയയിൽ തടയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ ആ സമയത്ത് ഉംറ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുന്ന സമയത്ത് സഹാബാക്കളെല്ലാം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ വളരെയധികം വിഷമത്തിലും ഇനി എങ്ങനെ തിരിച്ചു പോകാന്നുള്ള അവസ്ഥ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഖൂമു ഫൻഹറു സുമ്മ ഹ്ലികൂ, നിങ്ങൾ എഴുന്നേൽക്കി, നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന അറവ് മൃഗത്തെ അറുത്തോളിയും, എന്നിട്ട് നിങ്ങളുടെ തല മുണ്ടനം ചെയ്തോളിയും പറഞ്ഞു. ഒരു സഹാബിയും എഴുന്നേൽക്കുന്നില്ല. അവര് പ്രത്യേക മാനസികാവസ്ഥയിലാണ്. നമുക്ക് മുശ്രിക്കുകൾ തടഞ്ഞു നിർത്തി സന്ധ്യ എഴുതി, അത് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അവര് കേൾക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യാത്രകളിലും തന്റെ ഏതെങ്കിലും ഒരു ഭാര്യയെ നറുക്കെടുത്ത് ഒപ്പം കൊണ്ടുപോകാറുണ്ട്. അന്ന് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കിട്ട് പറഞ്ഞു, ഇങ്ങനെ ആരും കേൾക്കുന്നില്ല, എന്താണ് ഇങ്ങനത്തെ അവസ്ഥയാണ് എന്നുള്ള കാര്യങ്ങൾ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്യാണ്. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ നബിയല്ലാഹ് അതുഹിബ്ബു ദാലിക്, പിന്നെ അള്ളാഹുവിന്റെ നബി, നിങ്ങൾ അത് അവര് അങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്നിട്ട് പറയാണ്, ഉഖ്റുജ് സുമ്മ ലാ തുകല്ലിം അഹദൻ മിൻഹും കലിമതൻ, നിങ്ങൾ പുറപ്പെടുക, എന്നിട്ട് ഒരാളോട് ഒന്നും പറയണ്ട. ഹത്താ തൻഹറ ബുദ്നക വതദ്ഉ ഹാലിഖക ഫയഹ്ലിഖക, നിങ്ങൾ ചെല്ലുക, നിങ്ങളുടെ അറവുമൃഗത്തെ അറുക്കുക, നിങ്ങൾ തലമുണ്ടനം ചെയ്യുന്ന ആളെ വിളിക്കുക, തലമുണ്ടനം ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്ത് അതുപോലെ പുറത്തിറങ്ങി എന്തു ചെയ്തു? അതുപോലെ ഭാര്യ പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോ ആ സമയം ഇത് കണ്ടപ്പോ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അവരും അതുപോലെ ചെയ്തു. അപ്പോഴാണ് അവർക്ക് അവർ ചെയ്തതിൽ വിഷമം മനസ്സിലായത്. അവരത്രത്തോളം വളരെ വിഷമത്തിൽ തന്നെ അവർ ആ ചെയ്തതുപോലെ ചെയ്തു. ഇവിടെ നാം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്റെ കുടുംബവുമായിട്ട് തന്റെ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ റഅയ് വളരെയധികം ചിന്ത വളരെയധികം ഇവിടെ ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ഭാര്യമാരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അവർ പറയുന്ന മുഴുവൻ എടുക്കണം എന്നല്ല, അവർ പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ എടുക്കണമെന്നോ ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുമായി ചർച്ച ചെയ്യലും അവരോട് കൂടി ആലോചിക്കലും അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കും. നമ്മൾ അവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം അവരോട് ചോദിച്ച് അവരോട് ചർച്ച ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അതിലും വലിയ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളൊന്ന് ചോദിക്കാം, ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് അവിടെ ചോദിച്ചാൽ അവർക്ക് സന്തോഷമായിക്കോളും. അതേ സമയത്ത് അവരെ ഈ തരം താഴ്ത്തുന്ന അനക്ക് ബുദ്ധിയൊന്നുമില്ല, അനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അത് ആളുകളുടെ മുമ്പിൽ വെച്ചായാൽ അത്രയധികം വിഷമം അവർക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഭാര്യയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യയെ ബഹുമാനിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മുടെ ഭാര്യമാരുടെ കുടുംബത്തെ നാം ബഹുമാനിക്കുക എന്നുള്ളത്. നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ വരും അവരുടെ അടുത്തുണ്ടാവും. നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഭാര്യമാർക്ക് അവർ. നമുക്ക് അത്ര തോന്നിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭാര്യയോടുള്ള ബഹുമാനം കൊണ്ടെങ്കിലും നമ്മുടെ ഭാര്യയുടെ കുടുംബക്കാരോടും ആ രീതിയിൽ നമ്മളൊരു ബഹുമാനം, അവരുടെ ഉമ്മാനോടും ഉപ്പാനോടും അവരോടുള്ള ബഹുമാനം, അങ്ങനെ ഇഹ്സാൻ ചെയ്തു കഴിഞ്ഞാൽ ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ,
ഇഹ്സാൻ നമ്മൾ ആരോട് ചെയ്താലും അതിനുള്ള പ്രതിഫലം തിരിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള എന്തെങ്കിലും ഒരു സ്നേഹം അല്ലാഹു തആല ഇട്ടുകൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ചില സ്ത്രീകൾക്ക് അബദ്ധങ്ങൾ ഉണ്ടാകും, അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകും, അവര് ചിലപ്പോ പൊട്ടത്തരങ്ങളാവും ചെയ്യുക. തീരെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ പെണ്ണുങ്ങളെന്ന് ചെയ്യും, അവര് ചെയ്യും. ആ സമയത്ത് നല്ല രീതിയിൽ ഉപദേശിക്കുക, നല്ല രീതിയിൽ ഉപദേശിക്കുക. ഭാര്യമാരെ ഉപദേശിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെന്തെങ്കിലും ഒരു വിഡ്ഢിത്തവും പൊട്ടത്തരവും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരു ദേഷ്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ദേഷ്യത്തിൽ അവരെ തെറ്റിതിരുത്താൻ, അവര് ചൂടായിക്കൊണ്ട് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല, അവർക്കത് തലയിൽ കേറൂല. നമ്മൾ ഉപദേശിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഭാര്യയിൽ ഒരു കുറവ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയെ അത് ഉപദേശിക്കേണ്ടത് നമ്മൾ ഭാര്യയുമായി ഏറ്റവും നല്ല സ്നേഹബന്ധത്തിലുണ്ടായി സംസാരിക്കുന്ന സമയത്തായിരിക്കണം. ആ സമയത്ത് നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അവരെ മനസ്സിലത് കേറും, അവരത് ജീവിതത്തിൽ പകർത്തുവാൻ മാറ്റം ഉണ്ടാവും. സഹോദരങ്ങളെ, സ്ത്രീകളെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഈ ഒരു കിതാബിൽ ഒരുപാട് തവണ ആവർത്തിച്ചത് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൗസൂ ബിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പറയാൻ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലഇൻ അഅവജ്, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് വളഞ്ഞ വാരയിൽ നിന്നാണ്. വഇന്ന അഅവജ ശൈഇൻ ഫി ദിലഇൽ അലാ, ഏറ്റവും മുകളിലുള്ളതാണ് ഏറ്റവും വളവുള്ളത്. ഇൻ ദഹബ്ത തുഖീമഹു ഖസർതഹു, നീ അതിനെ നിവർത്താൻ നോക്കിയാൽ അത് പൊട്ടും. വഇൻ തറക്തഹു ലം യസൽ അഅവജ്, നീ അതിനെ ആ രീതിയിൽ തന്നെ വിട്ടാൽ അത് ആ വളവോട് കൂടി അങ്ങനെ നിന്നോളും. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണേ. അധികം ആളുകളും ശ്രമിക്കുക അത് നിവർത്താനാണ്. ഭാര്യയെ നിവർത്തിയിട്ട് നേരാക്കൽ നടക്കൂല, അത് പൊട്ടുകയുള്ളൂ. ആ പൊട്ടിൽ ചില ഹദീസുകൾ തൊലാഖ്, ചില ഹദീസുകൾ തൊലാഖാണ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിന്റെ വിശദീകരണത്തിലൊക്കെ. സഹോദരങ്ങളെ, ഭാര്യയെ ഈ ഹദീസ് കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവ്, ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ദാമ്പത്യ ജീവിതത്തിലെ പകുതി പ്രശ്നം അവിടെ തീർന്നു. ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പകുതി പ്രശ്നം അവിടെ അവസാനിക്കും. അതുകൊണ്ട് സ്ത്രീകളോട് പെരുമാറുമ്പോ അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെതായ ആ സമയത്ത് വളരെയധികം സ്വബറോടും വളരെയധികം ഹിക്മത്തോടും കൂടി നമ്മൾ ഉപയോഗിച്ചാൽ വലിയ മാറ്റം നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാകും. അവരെ, സ്ത്രീകളെ എന്ത് കാര്യത്തിന് ഉപദേശിക്കുമ്പോഴും അവരുടെ കുറവുകളെ നികത്തുമ്പോഴും നാം ചെയ്യേണ്ടത് അവരറിയാതെ അവർ മാറണം, അവരറിയാതെ അവർ മാറണം. നിർബന്ധിച്ച് മാറിയാൽ സ്ത്രീകളെ മാറ്റാൻ നമുക്ക് പറ്റൂല. പുരുഷന്മാർ മനസ്സിലാക്കുക, കൽപ്പന കൊണ്ടോ അധികാരം കൊണ്ടോ ദേഷ്യപ്പെട്ടിട്ടോ സ്ത്രീകളെ മാറ്റാം എന്നുള്ളത് തെറ്റായൊരു ധാരണയാണ്. അവരറിയാതെ അവർ മാറണം. അതിനുള്ള യുക്തി ആവശ്യ സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇനി ആറാമത്തെ വിഷയം, അഞ്ചാമത്തെ വിഷയം നാം പറഞ്ഞു, സ്ത്രീകളെ തരം താഴ്ത്തി, ഭാര്യമാരെ തരം താഴ്ത്തി വില കുറച്ച് കാണുന്ന അവസ്ഥ പുരുഷന്മാരിൽ ഉണ്ടാവരുത്. അത് വലിയ അപകടം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കും. ആറാമത്തെ വിഷയം അത്തഖല്ലി അനിൽ ഖിവാമത്തി വതസ്ലീമുൽ ഖിയാദത്തി ലിസ്സൗജത്തി, ഒരു പുരുഷൻ തന്റെ ഖിവാമത്ത്, തന്റെ ആ അധികാരത്തിൽ നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ആ കുടുംബത്തിന്റെ നേതൃത്വവും അധികാരവും എല്ലാം, അല്ലെങ്കിൽ ഭാര്യയുടെ പൂർണ്ണമായും ഭാര്യയുടെ അധികാരത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥ, ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥ. ചില പുരുഷന്മാർ അങ്ങനെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും അതിന്റെ ഓപ്പോസിറ്റേ പറയുന്നത്. ഒന്നാമത്തെ ഷെക്ക് പറഞ്ഞു പറഞ്ഞ വളരെ സംശയം മാത്രമുള്ള ആൾക്കാർ, ചില ആൾക്കാർ തീരെ ഗീറത്തില്ലാത്ത ആളുകൾ. ഇവിടെ പറയുന്ന ഒന്നാമത്തേത് ഭാര്യനെ തരം താഴ്ത്തി വില കുറച്ച് കാണുന്ന ആളുകൾ. മറ്റു ചില പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യക്ക് പൂർണ്ണമായിട്ട്, ഭാര്യ എന്താണോ പറയുന്നത് അത് കേട്ട് കിടക്കുക, ഭാര്യയുടെ നിർദ്ദേശം എന്താണോ അതെന്റെ ശരി, തന്റെ ഉദ്ദേശത്തിനേക്കാളും ഭാര്യയുടെ ഉദ്ദേശം, എന്ത് ഭാര്യ പറയുന്നോ അതാണ്, ഭാര്യയാണ് കുടുംബത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ചില പുരുഷന്മാർ ചില കുടുംബങ്ങളിൽ കാണും. അത് വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്കാണ് കുടുംബത്തിന്റെ അധികാരം നൽകിയിട്ടുള്ളത്. ഭാര്യ ഇങ്ങനെയുള്ള കുടുംബത്തിലെ ഭാര്യമാർ അവരിഷ്ടം തോന്നിയ പോലെ വേഷം ധരിക്കും, തോന്നിയ പോലെ ആളുകളുമായി ഇടപെടും, തോന്നിയ പോലെ ആളുകളേക്ക് ഇറങ്ങി നടക്കുന്ന അവസ്ഥ. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർക്കാണ് ഭാര്യയുടെ മേലെ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പോലെ അവകാശങ്ങളുണ്ട് വിവാഹ ജീവിതത്തിൽ. പക്ഷേ
പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ദറജ, സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ അധികാരം, വീടിന്റെ കാര്യങ്ങളുടെ നേതൃത്വം, സ്ത്രീകളുടെ കാര്യത്തിലുള്ള നേതൃത്വം അത് പുരുഷന്മാർക്കുള്ളതാണ്. അതൊരിക്കലും സ്ത്രീകളെ ഏൽപ്പിക്കുന്ന അവസ്ഥ ഒരു കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ മതപരമായിക്കോട്ടെ അല്ലാത്ത രീതിയിലാവട്ടെ വലിയ അലംഭാവവും വലിയ നഷ്ടവും സംഭവിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ നിയന്ത്രണം, അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, അവരെ കൈകാര്യ കർത്തൃത്വം അത് പുരുഷന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാർ ഇത് മനസ്സിലാക്കണം. അതായത് ഭാര്യയെ ഭാര്യയുടെ അഭിപ്രായങ്ങൾ തീരെ എടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാവരുത്, എന്നാൽ ഭാര്യയിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. സഹോദരങ്ങളെ, പുരുഷന്മാർക്ക് ഭാര്യയേക്കാൾ സ്ഥാനമുണ്ട്. അതായത് ഭർത്താക്കന്മാർക്ക്, അത് സ്ത്രീകൾ മനസ്സിലാക്കണം. പുരുഷന്മാർക്ക് ആ ബോധം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചാണ് ഷെയ്ഖ് എന്നിട്ട് ചില കാര്യങ്ങൾ, ചില പ്രത്യേകതകൾ പറയാണ് പുരുഷനുള്ളത്. അതിൽ ഒന്നാമത്തെ പറയാണ് അന്നഹു ജുഅല അസ്ലുഹ, അതായത് പുരുഷനെ അസ്ലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വഖലഖ മിൻഹാ സൗജഹാ, പുരുഷനിൽ നിന്ന് ഇണയെ ഉണ്ടാക്കി. അപ്പൊ അസ്ല ഏതാണ്? പുരുഷനാണ്. സ്ത്രീ ഏതാണ്? ഫർആണ്, പുരുഷന്റെ ഭാഗമാണ് എന്നുള്ളത്. രണ്ടാമത്തെ ഷെയ്ഖ് പറയുന്നത് ഈ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ്, സ്ത്രീയുടെ വളഞ്ഞ വാരിയല്ലാണ് എന്നുള്ളതും അത് ആ രീതിയിൽ നിൽക്കണം എന്നുള്ളതും. മൂന്നാമത്തെ ഷെയ്ഖ് കൊടുക്കുന്ന ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ ബുദ്ധി കൊണ്ടും ദീന് കൊണ്ടും പകുതിയാണ്, നാഖിസാണ് എന്നുള്ളത്, പകുതിയാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ നുഖ്സാനുൽ അഖ്ലി വദ്ദീൻ, എന്താണ് ബുദ്ധിയിൽ പകുതിയും ദീനിൽ പകുതിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ നുഖ്സാനുൽ അഖ്ലി ഫശഹാദതു ഇംറഅതൈനി തഅദലു ഷഹാദത റജുലിൻ വതംകുസുൽ ലയാലി മാ തുസല്ലി വതുഫ്തിറു ഫീ റമളാന ഫഹാദാ നുഖ്സാനുദ്ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബുദ്ധിയിൽ കുറവ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന്റെ സാക്ഷ്യത്തിന് പകരമായി പറഞ്ഞത് രണ്ട് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിയിലുള്ള കുറവാണ്. ഇനി ദീനിലുള്ള കുറവോ, അവർക്ക് ഒരുപാട് ചില രാത്രികൾ നമസ്കാരമില്ലാതെ, ഹൈദിന്റെ സമയത്ത്, നിഫാസിന്റെ സമയത്ത് നമസ്കാരമില്ലാതെ, റമളാനിൽ നോമ്പെടുക്കാൻ പറ്റാതെ അത് വീണ്ടും എടുക്കുമെങ്കിലും അങ്ങനത്തെ അവസ്ഥകൾ, ഇതൊക്കെ ദീനിന്റെ കുറവുകളുമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷനേക്കാൾ കുറഞ്ഞു എന്നുള്ളത്. അതുപോലെ നഖ്സു ഖുവ്വത്ത്, അവരുടെ ഖുവ്വത്ത്, അവർക്ക് യുദ്ധം നിർബന്ധമല്ല, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമല്ല, അവർക്ക് ഖുവ്വത്തിൽ കുറവാണ്. അതുപോലെ തന്നെ തബഈയായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് ഹൈള് പോലെയുള്ള, ഗർഭം ധരിക്കുന്നത് പോലെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ദീനിന്റെ ഒരുപാട് വിഷയങ്ങളിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അഖിലും ദീനിലും, അതുപോലെ അഖീഖ എടുക്കുമ്പോൾ, അതുപോലെ മീറാസ് അനന്തരാവകാശം എടുക്കുമ്പോൾ, അതുപോലെ അടിമമോചനം എടുക്കുമ്പോൾ, ഒരുപാട് മേഖലകളിൽ പുരുഷന്റെ പകുതിയായിട്ട് കൊടുത്തത് കാണാം. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാർ ഇതൊരു അഹങ്കാരമായി എടുക്കാനല്ല ഈ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണത്. അതുപോലെ തന്നെ ഭാര്യമാരോട്, സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾ കേട്ട് വളരുന്നത്, ഈ ഫെമിനിസം പോലെയുള്ള ചിന്തകൾ കേട്ട് വളരുന്ന സ്ത്രീകളോട്, നമുക്ക് മുഅ്മിനത്തുകളോട് നമുക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടും സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല, നമ്മുടെ കഴിവിനപ്പുറത്തെ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഹിജടകൾ ഉണ്ടാവുന്ന നാട്ടിൽ? ഹിജടകളായിട്ട് അവര് ഒന്നെങ്കിൽ ആണായിട്ട് ജീവിക്കുന്നു, ഒരു പ്രായത്തുമ്പോ പെണ്ണായി മാറാൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ പെണ്ണായി ജനിക്കുന്ന ആണ്. ഇത് അവര് തീരുമാനിച്ചാണോ? അല്ല. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ആവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇബാദത്ത് ആയതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുകയും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ജോലി എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു സലീമായ ബുദ്ധിക്ക്, ഒരു നേരെ ചൊവ്വയുള്ള ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ സ്ത്രീ പുരുഷനേക്കാൾ ബുദ്ധി കൊണ്ടും പലതുകൊണ്ടും കുറവാണ് എന്നുള്ളത്. ആർക്കും അതിലൊരു കിബർ നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ ആളുകൾക്കല്ലാതെ, ഹവ ബാധിച്ച ആളുകൾക്കല്ലാതെ അതിനെതിര് തോന്നൂല, അതിനെതിര് പറയാനും പറ്റൂല. അത് പല കാരണങ്ങൾ കൊണ്ട്, അത് ദീനിയായിട്ടല്ലാതെ ഒരുപാട്. ഷെയ്ഖ് ഇവിടെ നീണ്ട കാര്യങ്ങൾ, അതായത് തുബീബത്ത് നഫ്സിയ, അമേരിക്കയിലെയും മറ്റും സൈക്കോളജിക്കാരും അതുപോലെയുള്ള ഡോക്ടർമാരും എഴുതിയ ഒരുപാട് ലേഖനങ്ങൾ ഇവിടെ കൊടുത്തിട്ട് സ്ത്രീ എന്തുകൊണ്ട് പകുതിയാണെന്ന് പറയുന്നത്. അതിൽ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു പഠനത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ബുദ്ധികളെ വെച്ച് പഠിച്ചപ്പോ
പുരുഷന്റെ തലച്ചോറിന്റെ പകുതി, അതായത് ഇടത്തെ ഭാഗം ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചാൽ മതിയെങ്കിൽ അതേ സമയത്ത് സ്ത്രീയുടെ തലച്ചോറ് രണ്ട് രീതിയിലായിട്ട് വിഭജിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാര്. സ്ത്രീയുടെ രണ്ട് ഭാഗവും ഒരുമിച്ച് ഒരു വിഷയത്തിൽ ഇടപെടണം. ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പുരുഷന്റെ പകുതി ബുദ്ധി മതിയെങ്കിൽ സ്ത്രീയുടെ രണ്ട് ഭാഗവും ബുദ്ധി ആവശ്യമുണ്ട് എന്നുള്ളത് ആ പഠനങ്ങൾ തെളിഞ്ഞ വിഷയങ്ങളൊക്കെ അതിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണോ, അല്ലാഹു തആല പറഞ്ഞ എന്താണോ, അത് അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളലേ. നീ പുരുഷനായി ജനിച്ചത് നിനക്ക് നിന്റെ അഹങ്കരിക്കാനുള്ള കാര്യമല്ല. നീ സ്ത്രീയായി ജനിച്ചത് നിനക്കൊരു കുറവുമല്ല. ആ കാര്യം ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അതിന്റെ പേരിൽ ഒരു അഹങ്കാരത്തിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. അതിന്റെ പേരിൽ അതുകൊണ്ട് നാം പറഞ്ഞു വന്ന വിഷയം, സ്ത്രീകളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കേണ്ട അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത്. പുരുഷന്മാരാണ് അത് ഏറ്റെടുക്കുന്നത്. ഒരിക്കലും പുരുഷനും സ്ത്രീ ഒരുപോലെയല്ല. ഒരിക്കലും പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, വിവാഹം കഴിക്കുന്നവരോടും കഴിച്ചവരോടും നമ്മൾ ആയിരിക്കണം, പുരുഷന്മാരായിരിക്കണം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ അതുപോലെ ഓരോന്നും ഏറ്റെടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും പുരുഷന്മാരായിരിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാം ഭാര്യയുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്ത്, നമ്മുടെ നാട്ടിൽ എന്താണ് പറയാ, ഹെൻപെക്കഡ് പറയും ഇംഗ്ലീഷില്, പിന്നെ പെൻകോന്തൻ എന്നാ പറയില്ലേ, ആ രീതിയിലുള്ള ആളുകളായിട്ട് പുരുഷന്മാർ ആവാൻ പാടില്ല എന്നുള്ളത്. അടുത്ത വിഷയം, ഏഴാമത്തേത് പറയുന്നത് അക്ലു മാലി സൗജതി ബിൽ ബാത്തിൽ, അന്യായമായ നിലയ്ക്ക് ഭാര്യയുടെ സമ്പത്ത് തിന്നുക എന്നുള്ളത്. അതായത് ഭാര്യയുടെ സമ്പത്ത്, ചിലപ്പോൾ ചില ഭാര്യമാർക്ക് ഹലാലായ ജോലികളിൽ ഏർപ്പെടുന്ന ഭാര്യമാരുണ്ടാകും, കുട്ടികളെ പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഒരുപാട് സമ്പത്ത് അനന്തരമായിട്ട് ലഭിക്കുന്ന ഭാര്യമാരുണ്ടായിരിക്കും, സ്ത്രീകൾ ഉണ്ടായിരിക്കും. അങ്ങനെ എന്ത് വഴിയാണെങ്കിലും ഭാര്യയ്ക്കുള്ള സമ്പത്ത് അന്യായമായി ബാത്തിലായിട്ട് അതെടുക്കുന്ന അവസ്ഥ ഒരുപാട് കുടുംബങ്ങളിൽ, ഒരുപാട് ഭർത്താക്കന്മാർ, ദീനി ബോധമില്ലാത്ത, ദീനിനോട് താല്പര്യം കാണിക്കാത്ത, അള്ളാഹുവിന് വഖാറത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഭയക്കാത്ത ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നത് കാണാം. ഭാര്യയുടെ സമ്പത്ത് അത് എന്തെങ്കിലും അന്യായമായിട്ട്, ഒരു ന്യായവും ഒരു ആവശ്യം ഉണ്ടാവൂല, തന്റെ എന്തെങ്കിലും ഒരു ദുർനടപടികൾക്ക് വേണ്ടിയിട്ട് അത് അന്യായമായി എടുക്കുന്ന അവസ്ഥ, അത് വളരെ ഗൗരവം. ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാർക്ക് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സമ്പാദിക്കാനും എല്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ നിയമങ്ങൾക്കകത്ത് നിന്നിട്ട്. പക്ഷെ ഭർത്താവ് ഒരിക്കലും അത് അന്യായമായി എടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത്. ഈ സ്ത്രീക്ക് തന്നെ ഉലമാക്കൾക്കിടയിലുള്ള ചർച്ച ഇവിടെ ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. സ്ത്രീ തന്റെ സമ്പത്ത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചെലവഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതില് ഉലമാക്കൾ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു ലിംറഅത്തിൻ അതിയ്യത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ, ഒരു സ്ത്രീക്കും അനുവദനീയമല്ല ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നൽകൽ എന്നുള്ളത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉലമാക്കൾ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭാര്യയ്ക്ക് ചെലവഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജുമുഅ ഖുതുബ നടത്തിയതിനു ശേഷം സ്ത്രീകളുടെ ഭാഗത്ത് പോയിട്ട് പറഞ്ഞു, തസദ്ദഖന ഫഇന്ന അക്സറുകുന്ന ഹതബു ജഹന്നം, നിങ്ങൾ സദഖ കൊടുക്കാൻ പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട്, നിങ്ങൾ അധിക പേരും നരകത്തിലെ, സ്ത്രീകൾ കൂടുതൽ നരകത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോ ഈ ഒരു ഹദീസ് വെച്ചിട്ട് ഖത്താബി റഹിമഹുല്ലാഹ് പോലെ വഹാദിഹി അത്തിയത്തും ബിഗൈരി ഇദ്നി അസ്വാജിഹിൻ, അവരുടെ ഭർത്താക്കന്മാരോട് അനുവാദം ചോദിച്ചിട്ടല്ല ഇത് കൊടുത്തത്. ഈ രണ്ട് ചർച്ചകളിൽ ഭാര്യയുടെ സമ്പത്ത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ കൊടുക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളതിൽ ഉലമാക്കൾ രണ്ട് അഭിപ്രായങ്ങൾ പറയും. ഒന്ന്, സമ്പത്തിന്റെ 1/3 വരെ കൊടുക്കാം എന്നുള്ളത്. എന്നാൽ ജുംഹൂറായ ഉലമാക്കളും പൂർണ്ണമായിട്ടും കൊടുക്കാം എന്നുള്ളത്, അതായത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും ജായിസ് ആണ് എന്നുള്ള നിലക്കും പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഒക്കെ അതിനൊരുപാട് തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നതായി കാണാം. ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ആവശ്യമില്ലാത്ത ചർച്ചയാണ്. ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയുടെ സമ്പത്ത്, നമ്മുടെ ഭാര്യയുടെ സമ്പത്ത്, അത് അവർക്ക് ജോലി കൊണ്ടാവട്ടെ അല്ലെങ്കിൽ മറ്റൊന്നോട്, അത് അന്യായമായിട്ട് നിർബന്ധിച്ചുകൊണ്ട് മറ്റു പല രീതിയിൽ ഉപയോഗിക്കുന്ന ഭർത്താക്കന്മാരായിട്ട് നമ്മൾ മാറരുത്. അതേ സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാം. ഭർത്താവിന് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ ഭർത്താവിന് സഹായം എന്നുള്ള നിലയ്ക്ക് ഭാര്യയ്ക്ക് കൊടുക്കാം. അത് ഭർത്താവിന് വാങ്ങുകയും ചെയ്യാം. അത് അനുവദിക്കപ്പെട്ടതാണ്. അതല്ല ഇവിടെ ചർച്ച. ബാത്തിലായ രീതിയിൽ
ബാത്തിലായ രീതിയിൽ, അന്യായമായ രീതിയിൽ ഭാര്യയുടെ സമ്പത്ത് കൈവശം പറ്റാൻ ശ്രമിക്കുന്ന ഭർത്താക്കന്മാരുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും ചിലപ്പോൾ നമുക്ക് അറിയുന്ന തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരൻ അത് സൂക്ഷിക്കുക. അതൊരു മുഅ്മിനായ ഒരു ഭർത്താവിന് യോജിച്ച ഒരു രീതിയല്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് ഇത്ര പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് പറയാനുള്ളത് 8ാമത്തെ വിഷയം ഖില്ലത്തുൽ ഹിർസി അലാ തഅലീമി സൗജതി അംറ ദീനിഹാ. ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഭാര്യയ്ക്ക് പഠിപ്പിക്കുന്നിടത്ത് ഉണ്ടാകുന്ന താല്പര്യക്കുറവ് എന്നുള്ളതാണ് അടുത്ത വിഷയം വരുന്നത്. അപ്പൊ നാം ഇന്ന് പറഞ്ഞ വിഷയങ്ങൾ ഒന്നുകൂടി സൂചിപ്പിച്ച് പോവുകയാണ്. നാം ഒന്നാമതായിട്ട് ഇന്ന് പറഞ്ഞത് നമ്മുടെ ഈ കിതാബിലെ 3ാമത്തേത് അശക്കു ഫി സൗജതി വസൂഉ ദന്നി ബിഹാ, ഭാര്യയുടെ മേലെ സംശയം ഉണ്ടാകലും അതുപോലെ ഭാര്യയെ കുറിച്ച് മോശം ചിന്ത വെക്കുക എന്നുള്ളതും. അതുപോലെ തന്നെ അടുത്തത് ഖില്ലത്തുൽ ഗൈറതി അല സൗജത്ത്, ഭാര്യയുടെ മേലെ ഗീറത്തിൽ കുറവ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ 5ാമതായി പറഞ്ഞു അൽ ഇസ്തിഹാനത്തു ബിസ്സൗജത്ത്, ഭാര്യയെ തരം താഴ്ത്തി കാണുക എന്നുള്ള അവസ്ഥ. 6ാമത്തേത് തഖല്ലി അനിൽ ഖിവാമത്തി വ തസ്ലീമുൽ ഖിയാദത്തി ലിസ്സൗജത്ത്, അതായത് അധികാരം ഭാര്യയെ ഏൽപ്പിച്ച് ഭർത്താവ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ 7ാമതായിട്ട് പറഞ്ഞ വിഷയം അക്ലു മാലി സൗജതി ബിൽ ബാത്തിൽ, ബാത്തിലായിക്കൊണ്ട് ഭാര്യയുടെ സമ്പത്ത് കഴിക്കുന്ന ഭർത്താക്കന്മാർ, അത് തിന്നുന്ന ഭർത്താക്കന്മാർ, അത് എടുക്കുന്ന ഭർത്താക്കന്മാർ, അത് ആ വിഷയവും ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നമ്മൾ അടുത്ത ദർസിൽ നമ്മൾ എടുക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.